ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസോഫാഗൽ ക്യാൻസർ ആണ്. ഈസോഫാഗൽ ക്യാൻസർ എനിത്തിങ് വിച്ച് എൻസ് ഇൻ ദ കാർസിനോമ എന്ന് പറയുന്നത് എല്ലാം മാലിഗ്നൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സാർക്കോമ എന്ന് പറയുന്നത് മാലിഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു മാലിഗ്നൻ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. കാർസിനോമ എന്ന് പറയുന്നുണ്ട് ഓഫ് ഈസോഫാഗസ് വിച്ച് ഇസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ ഫുഡ് പൈപ്പ്, ഇവിടെയാണ് സ്റ്റൊമക്ക് ഉണ്ടാകുന്നത്. സോ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ എന്താണ് ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ ട്യൂമർ വരുന്നത്. അപ്പോൾ രണ്ട് മെയിൻ ടൈപ്പ് ഓഫ് ഈസോഫാഗൽ ക്യാൻസർ ഉണ്ട്. സ്ക്വാമസ് സെൽ ഉണ്ട്, അഡിനോ കാർസിനോമ ഉണ്ട്. ഒരു മേജർ ടൈപ്പ് ഒരെണ്ണോടെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളത്. സോ ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഒരു ഈസോഫാഗസ് ക്യാൻസറിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. സോ ഇനി ഇതാണ് ഈസോഫാഗൽ ക്യാൻസറിൻ്റെ വേറൊരു ഇമേജ് എന്ന് പറയുന്നത്. നോക്ക്, ഈ ഒരു റീജിയനിലാണ് നമ്മുടെ മൗത്ത് ടു അതുപോലെ തന്നെ സ്റ്റൊമക്ക് കണക്ട് ചെയ്യുന്നത് ഈസോഫാഗസ് ആണല്ലോ. ആ ഒരു പോർഷനിലായിരിക്കും ഈ ഒരു ക്യാൻസർ ഉണ്ടാകുന്നത്. സ്ക്വാമസ് സെൽ കാർസിനോമയുണ്ട്, അഡിനോ കാർസിനോമയുണ്ട്. സോ എപ്പിഡമോളജി മോസ്റ്റ്ലി മെയിൽസിലാണ് വരുന്നത്. സോ എന്താണ് ഈസോഫാഗസ് ക്യാൻസർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മെയിൽസിലാണ് വരുന്നത്. ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ 55 to 60 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. മെയിൻലി നമുക്കറിയാം ഈ കോളോറെക്ടൽ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ഉണ്ട്, അതിന് ഈ ഒരു റേഞ്ചാണ് വരുന്നത്. പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ മാറാൻ ചാൻസ് ഉണ്ടോ, പക്ഷേ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് വെരി പുവറാണ്. ഡിസീസ് കണ്ടീഷൻ്റെ ആ ഒരു സർവൈവൽ റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. ഇനി അതിൻ്റെ പാത്തോജനസിസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്ക്വാമസ് സെൽ കാർസിനോമയുണ്ട്, അഡിനോ കാർസിനോമയുണ്ട്. അപ്പോൾ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ സ്ക്വാമസ് സെൽസ് ഇങ്ങനെ ഫ്ലാറ്റ് ടൈപ്പ് സെൽസിനെയാണ് നമ്മൾ സ്ക്വാമസ് സെൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കാർസിനോമ മീൻസ് വാട്ട്, അതായത് എപ്പിത്തീലിയൽ സെൽസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ക്യാൻസറിന് നമ്മൾ കാർസിനോമ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സാർക്കോമ എന്ന് പറയുന്നത് മേസൻ കൈമൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ ഈ പറയുന്ന സ്ക്വാമസ് സെൽ കാർസിനോമ ഇസ് എ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ ക്യാൻസർ ഓഫ് സ്ക്വാമസ് സെൽ മോസ്റ്റ് ലൈക്ലി ടു എഫക്ട് അപ്പർ ആൻഡ് മിഡ് പോർഷൻ, അതായത് ഇതാണ് നമ്മുടെ ഈസോഫാഗസ് എന്നറിയാലോ, അപ്പർ പോർഷനിലും അതുപോലെ ഈ ഒരു മിഡ് റീജിയൻസിലുമാണ് ഈ മെയിനായിട്ട് ഈ ഒരു സ്ക്വാമസ് സെൽ കാർസിനോമ ഉള്ളത്. ഓഫൺ ബിഗിൻസ് ആസ് എ പ്ലേഗ് ഓർ സ്മോൾ ഔട്ട് ഗ്രോത്ത്, അതായത് ഈ പറയുന്ന ഒരു സ്മോൾ പ്ലേഗ് ആയിട്ടായിരിക്കും, പിന്നെ അതിങ്ങനെ മെറ്റാസ്റ്റാസ് ചെയ്തായിരിക്കും ഇങ്ങനെ വരുന്നത്. പിന്നെയാണ് അഡിനോ കാർസിനോമ എന്ന് പറയുന്നത്. സോ അഡിനോ കാർസിനോമ മോസ്റ്റ് ഓഫൻ എഫക്ട് ലോവർ തേർഡ് ഓഫ് ഈസോഫാഗസ്, അതായത് ഏകദേശം ഒരു ലോവർ ഏരിയയിലായിരിക്കും വരുന്നത്. മെനി കേസസ് ആർ കോസ്ഡ് ബൈ ബാരറ്റ് ഈസോഫാഗസ്. സോ മെനി കേസ് ആർ കോസ്ഡ് ബൈ വാട്ട്, ബാരറ്റ്സ് ഈസോഫാഗസ് ആണ്. ഇതാണ് ബാരറ്റ്സ് ഈസോഫാഗസ്. അപ്പോൾ എന്താണ് ബാരറ്റ് ഈസോഫാഗസ്? ഇസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബാരറ്റ് ഈസോഫാഗസ് ഇൻവോൾവ്സ് എ മെറ്റാപ്ലാസ്റ്റിക് ചേഞ്ച് ഓഫ് ഈസോഫാഗൽ സ്ക്വാമസ് സെൽസ് ഇൻ ലോവർ ഈസോഫാഗസ് യൂഷ്വലി ജസ്റ്റ് അബവ് ദ ലോവർ ഈസോഫാഗൽ സ്പിൻഡ്. അതായത് നമ്മുടെ മെറ്റാപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചേഞ്ചാണ്. മെറ്റാപ്ലാസിയ എന്ന് പറയുമ്പോൾ നമ്മൾ പാത്തോളജിയിൽ പഠിക്കുന്നതാണ്. വൺ ഫോം ടു അനദർ ഫോം ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന മെറ്റാപ്ലാസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ബാരറ്റ് ഈസോഫാഗസിൽ ഇൻവോൾവ്സ് എ മെറ്റാപ്ലാസ്റ്റിക് ചേഞ്ച് ഓഫ് ഈസോഫാഗൽ സ്ക്വാമസ് സെൽസ് ഇൻ ലോവർ ഈസോഫാഗസ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കൊളംനാറായിട്ടിരിക്കുന്ന ഒരു സാധനം, ഇപ്പോൾ നമ്മൾ സെർവിക്സിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു മെറ്റാപ്ലേസയെ നമുക്ക് കാണാൻ പറ്റും. കൊളംനാറായിട്ടുള്ളത് സ്ക്വാമസ് ആയിട്ട് മാറും, ചിലപ്പോൾ സ്ക്വാമസ് ആയിട്ടുള്ളത് കൊളംനാറായിട്ട് മാറും. സോ ബാരറ്റ് ഈസോഫാഗസിൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു കോളംനാർ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ഈ പറയുന്ന ഇവിടെ ഉള്ളത്. അത് മാറിയിട്ട് എന്താണ് നമ്മുടെ സ്ക്വാമസ് സെൽ കാർസിനോമ, അതായത് സ്ക്വാമസ് സെല്ലായിട്ട് ഒരു എന്താണ് മെറ്റാപ്ലാസിയ എന്ന് പറയുന്നത് ഒരു ഫോം ടു അതർ ഫോം ആയിട്ട് മാറുന്നു. ഇപ്പോൾ സ്ക്വാമസ് ആണെങ്കിൽ കൊളംനാർ ആയിട്ട് മാറുന്നു, കൊളംനാർ ആണെങ്കിൽ സ്ക്വാമസ് ആയിട്ട് മാറുന്നു. സോ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. സോ ഇൻവോൾവ്സ് എ മെറ്റാപ്ലാസ്റ്റിക് ചേഞ്ച് ഓഫ് ഈസോഫാഗൽ സ്ക്വാമസ് സെൽസ് ഇൻ ലോവർ ഈസോഫാഗസ് യൂഷ്വലി ജസ്റ്റ് അബവ് ദ ലോവർ ഈസോഫാഗൽ സ്പിൻഡർ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അഡിനോ കാർസിനോമ യൂഷ്വലി വരുന്നത് ബാരറ്റ് ഈസോഫാഗസ് ആണ്. ദിസ് ചേഞ്ചസ് ഡ്യൂ ടു ക്രോണിക് റിഫ്ലെക്സ് ഓഫ് ആസിഡ് ഗ്യാസ്ട്രിക് കണ്ടന്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആസിഡായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു പ്ലേക്കാന്ന് വയ്ക്കുക, അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. ദ ഡാമേജ് സ്ക്വാമസ് സെൽ ബിക്കം ഗ്യാസ്ട്രിക് ഗ്രാനുലർ സെൽസ്. ദ ന്യൂ സെൽസ് ആർ ലെസ് ഫങ്ഷണൽ ആൻഡ് ഹാവ് അബ്നോർമാലിറ്റീസ്. ദ ലോങ്ങർ വൺ ഹാസ് ബാരറ്റ് ഈസോഫാഗസ്. The higher risk of the cells becoming cancer leading to adenocarcinoma. അപ്പോൾ നമുക്കറിയാം
ന്യൂ സെൽസൊക്കെ അവിടെ ഫോം ചെയ്യും. പക്ഷേ അവിടെ എന്താണ് അബ്നോർമാലിറ്റീസൊക്കെ ഉണ്ടാവും. സോ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വാമസ് സെൽ കാർസിനോമയ്ക്ക് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷനാണ്. അത് കാരണം എന്താണ് ഈസോഫാഗസിൽ എന്താണ് ഡാമേജ് ഇൻഫ്ലമേഷനും വരും. പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ത്രോട്ട് ഈസോഫാഗസ്, അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലോ ഫ്രൂട്ട്സ്, പിന്നെ ഡ്രിങ്കിങ് ഹോട്ട് ലിക്വിഡ് വിച്ച് ക്യാൻ ബേൺ ദ സ്ക്വാമസ് സെൽസ് ആൻഡ് ലൈനിങ് ഓഫ് ഈസോഫാഗസ് ലീഡിങ് ടു ഇൻഫ്ലമേഷൻ ആൻഡ് ഡാമേജ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലെറ്റ് ബിവറേജസ് കൂൾ ആൻഡ് അതായത് ഭയങ്കര ചൂടായിട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് പൊള്ളിയിട്ട് എന്താണ് അവിടെ ഒരു ഇൻഫ്ലമേഷനും അവിടെ ഡാമേജും വരും. ഇതൊക്കെ എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് സിഗരറ്റ് സ്മോക്കിംഗ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുപോലെ തന്നെ ആൽക്കഹോൾ. പിന്നെ അട്രോപിക് ഗ്യാസ്ട്രൈറ്റിസ്, പുവർ ഓറൽ ഹൈജീൻ. പിന്നെ ഫോർ അഡിനോകാർസിനോമ ഗ്യാസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് ഫുഡ് തിരിച്ചു വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ക്രോണിക് റിഫ്ലക്സ് ഓഫ് ആസിഡ് ഗ്യാസ്ട്രിക് കണ്ടൻറ്റ് ഇൻറ്റു, അതായത് നമുക്കറിയാം സ്റ്റൊമക്കിൽ HCl ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി അവിടെ മിക്സ് ചെയ്തിട്ടുണ്ടാകും, അതായത് ആസിഡ് ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ബാരറ്റ് ഈസോഫാഗസ് ആയിട്ട് മാറും. ഓക്കെ, ഒരു മെറ്റാപ്ലാസ്റ്റിക് ചേഞ്ച് ആയിട്ട് മാറും, ഒരു സെല്ല് വേറൊരു സെല്ലായിട്ട് മാറുന്നുണ്ട്. പിന്നെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷൻ. പിന്നെ ഒബീസിറ്റി ആസ് എ പ്രഷർ ഓൺ സ്റ്റൊമക് ഫ്രം എ ലാർജ് അബ്ഡോമൻ ക്യാൻ കോസ് ഗ്യാസ്ട്രിക് കണ്ടൻസ് ടു ബി പുഷ് ടു ദി ഈസോഫാഗസ്. പിന്നെ ഹെലിക്കോബാക്ടർ പൈലോറി, പെപ്റ്റിക് അൾസർ, ഹാവിങ് കോളിസിസ്റ്റമി, അതായത് നമ്മുടെ ഗാൾ ബ്ലാഡർ റിമൂവലുള്ള ഒരാൾക്ക്, റിമൂവ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഈ പറയുന്ന ഇത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കോളിസിസ്റ്റമിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക്. അപ്പോൾ ബാരറ്റ് ഒരു മെറ്റാപ്ലാസ്റ്റിക് ചേഞ്ചാണ് ഈ പറയുന്ന ബാരറ്റ് ഈസോഫാഗസ് ഓഫ് സ്ക്വാമസ് സെൽ കാർസിനോമ. സ്ക്വാമസ് സെല്ലാണല്ലോ ഈ പറയുന്ന ബാരറ്റ് ഈസോഫാഗസ്. അതൊക്കെ പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഷാലോയിങ്, പിന്നെ ഓർഡിനോഫാജിയ, ഇതൊരു ടേമാണ്, നോട്ട് ചെയ്യുക. ഓർഡിനോഫാജിയ മീൻസ് പെയിൻ വിത്ത് ഷാലോവിങ് വിച്ച് മേ സ്റ്റാർട്ട് ഓൺലി ഡ്യൂറിങ് ഷാലോവിങ്, അതായത് ഷാലോ തുടങ്ങുമ്പോൾ ബട്ട് ബിക്കം കോൺസ്റ്റൻറ്റ് ആസ് എ ഡിസീസ് പ്രോഗ്രസസ്. അതായത് വിച്ച് മേ സ്റ്റാർട്ട് ഓൺലി ഡ്യൂറിങ് ഷാലോവിങ് ആണ് ഈ പറയുന്ന ഓർഡിനോഫാജിയ എന്നൊക്കെ പറയുന്നത്. പിന്നെ റീഅജിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരിച്ചു വരുന്നൊരു കണ്ടീഷൻ, അതായത് കഫിങ് അപ്പ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് കഫിങ്ങിനെയാണ് നമ്മൾ റീഅജിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് ദഹിക്കാത്ത ഭക്ഷണം ചുമയ്ക്കുമ്പോൾ പുറത്തേക്ക് വരുന്നൊരു കണ്ടീഷൻ. പിന്നെ ആസ്പിരേഷൻ, തിരിച്ച് നമ്മുടെ ലങ്സ് ട്രക്കിയലൊക്കെ വരുന്നു, അതായത് ലൈക്ക് എ ഡ്രൈ കൗ. പിന്നെ ഹിസ്റ്ററി ഓഫ്, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ കോമൺ ഇൻ പേഷ്യൻ്റ് വിത്ത് അഡിനോ കാർസിനോമ. പിന്നെ ഹെമറ്റമെസിസ് എന്ന് പറയുന്നത് എന്താണ്, വൊമിറ്റിംഗ് ഓഫ് ബ്ലഡ്. പിന്നെ മെലന എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൂൾസിലൊക്കെ എന്താണ് ഭയങ്കര സ്മെല്ലും ബ്ലാക്ക് ടാറിയാണ്. പിന്നെ അനീമിയ വരാൻ ചാൻസ് ഉണ്ട്, നൈറ്റ് സ്വെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹോസ്നെസ് ഓഫ് വോയിസ്, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ട്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുക, അതുപോലെ തന്നെ ബേരിയം സാലോ, അതായത് നോട്ട് ടിപ്പിക്കലി യൂസ്ഡ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്, CT, ബോൺ സ്കാൻ, പെറ്റ് സ്കാൻ ഒക്കെ യൂസ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് വേരീസ് ഓൺ ദ സ്റ്റേജ്. അപ്പോൾ നമുക്കറിയാം എൻഡോസ്കോപ്പിക് റിസഷൻ, അതായത് നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ ലീഷൻ പെനട്രേറ്റഡ് ഇൻറ്റു സബ്മ്യൂക്കോസ, അതായത് സബ്മ്യൂക്കോസയിലൊക്കെ ആണെങ്കിൽ സർജിക്കൽ റിസഷൻ, ഈസോഫാഗക്ടമി ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് ലിംബഡിനെക്ടമി ചെയ്യുക. പിന്നെ ലീഷൻ ഇൻവേഡഡ് മസ്കുലാരിസ് പ്രോപ്പിയെ, അത് ലിംനോട്സിലൊക്കെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കീമോതെറാപ്പി ചെയ്യുക. പിന്നെ മെറ്റാസ്റ്റാസിക് ഡിസീസ്, പിന്നെ പാലിയേറ്റീവ് കെയർ, പിന്നെ കോമ്പിനേഷൻ തെറാപ്പി, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഈസോഫാഗൽ ക്യാൻസറിൽ വരുന്നതെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഈസോഫാഗൽ ക്യാൻസർ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഈസോഫാഗൽ ക്യാൻസർ എന്ന് പറയുന്നത് കാർസിനോമ, അത് മാലിഗ്നൻ്റ് ആയിരിക്കും. കാർസിനോമ എന്ന് പറയുന്ന എല്ലാം മാലിഗ്നൻ്റ് ആയിരിക്കും. സാർക്കോമ എന്ന് പറയുന്ന എൻഡ് ചെയ്യുന്നതും മാലിഗ്നൻ്റ് ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ അപ്പർ പാർട്ടിലും അതുപോലെ തന്നെ മിഡിൽ പാർട്ടിലുമാണ് മെയിനായിട്ടും കാണപ്പെടുന്നത്. സ്ക്വാമസ് സെൽ കാർസിനോമയുണ്ട്, അഡിനോ കാർസിനോമയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്ക്വാമസ് ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽസിലും 60 to 55 പ്രോഗ്നോസിസ് ഈ ഒരു സ്ക്വാമസ് സെൽസിനാണുള്ളത്. അപ്പർ മിഡ് പോർഷനാണ്. അഡിനോ കാർസിനോമ ബാരറ്റ് ഈസോഫാഗസ്, അതായത് ഈ സ്ക്വാമസ് സെല്ല് വേറൊരു ഫോം ഓഫ്, അതായത് സ്ക്വാമസിനെ വേറൊരു ഫോമായിട്ട് മാറ്റുന്ന ഒരു കണ്ടീഷനാണ്. അത് ലോവറിലാണ് ഉണ്ടാവുന്നത്. പിന്നെ അതായത് തിരിച്ച് നമ്മുടെ ഗ്യാസോ ഈസ്ട്രോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഫുഡൊക്കെ തിരിച്ച് വരുമ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ആസിഡൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ
നമുക്കറിയാം സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, ഹോട്ട് ലിക്വിഡ്, അതുപോലെ തന്നെ ഗേർഡ്, ഒബീസിറ്റി, ഇൻഫെക്ഷൻ. പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഡിസ്ഫാജിയ ഉണ്ട്. ഡിസ്ഫാജിയ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽറ്റി ഇൻ ഷാലോവിങ്. പിന്നെ ഓർഡിനോഫാജിയ, പെയിൻ വിത്ത് ഷാലോവിങ്, റീഅജിറ്റേഷൻ, കഫിൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ ഫുഡ് അൺഡൈജസ്റ്റഡ് ഫുഡ് വരുന്നു, റീഅജിറ്റേഷൻ, ആസ്പിരേഷൻ. അതുപോലെ തന്നെ അതൊക്കെയാണ്. ഹെമറ്റമസിസ്, മെലന, അനീമിയ, കോൺസ്റ്റിറ്റ്യൂഷൻ സിംറ്റംസ് ഡ്യൂ ടു ക്യാൻസർ, ഫറ്റീഗ്, നൈറ്റ് സ്വെറ്റ്, ഹോസിനെസ് ഓഫ് വോയിസ്, അതൊക്കെ. പിന്നെ എൻഡോസ്കോപ്പി, USG ഒക്കെ ചെയ്യുക, PT സ്കാൻ ചെയ്യുക. പിന്നെ എൻഡോസ്കോപ്പിക് റീഅസെക്ഷൻ, ഈസോഫാഗക്ടമി, അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ലീഷൻ, കീമോതെറാപ്പി കൊടുക്കുക, പാലിയേറ്റീവ് കെയർ കൊടുക്കുക. അതാണ് സംഭവം. പിന്നെ റേഡിയേഷൻ തെറാപ്പി നമുക്ക് കൊടുക്കുക. സോ ഇതാണ് ഈസോഫാഗൽ ക്യാൻസർ എന്ന് പറയുന്നത്. സോ ദിസ് എ പാത്തോളജി ഓഫ് GI സിസ്റ്റം, ഈസോഫാഗൽ ക്യാൻസർ.